നിയമസഭ വളരെ ഗൗരവമായ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. സഭ നിർത്തിവെച്ചുകൊണ്ട് തന്നെ ഉപക്ഷേപത്തിനോട് ചർച്ച ചെയ്തിട്ടുണ്ട്. നിയമസഭ സർക്കാരിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ആ നിലയിൽ തന്നെ ശക്തമായി ഇനീഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഇതിൽ രാഷ്ട്രീയമല്ല, മറിച്ച് മനുഷ്യനാണ്. അപ്പോൾ കേരളീയ സമൂഹം ഉണ്ടാവണമെങ്കിൽ ഇതിനെതിരെ ശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിച്ചു പോകണം. ഇപ്പോൾ നല്ല രീതിയിൽ എൻഫോഴ്സ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ്. പൂർണ്ണമായും കേരളത്തെ ക്യാമ്പസുകൾ അതുപോലെ തന്നെ കേരളീയ സമൂഹത്തെ ഇത് മോചിപ്പിക്കാൻ കഴിയും. ഇതൊരു മണ്ഡലമോ ഒരു സ്ഥലമോ സ്പോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇത് കേരളത്തിലെ ഓരോ പ്രദേശത്തുള്ള പ്രശ്നമാണ്. അതിനെ ശക്തമായ രീതിയിൽ തന്നെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റണം. അത് മെഷേഴ്സ് വേണം. ഏത് സംവിധാനവും വന്നാൽ അതിൽ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടാകും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ലോ എൻഫോഴ്സ്മെൻറ്റ് ഇപ്പോൾ എൻ്റെ നാട്ടുകാരനാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന 10 AI സയൻറ്റിസ്റ്റുകളിൽ ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനം തന്നെ ഇതിൻ്റെ ഡിമെറിറ്റ്സ് എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അമേരിക്കയിലെ കൊളറാഡോ യൂണിവേഴ്സിറ്റിയിൽ. ആ നിലയിൽ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവണം, ലീഗൽ മെഷേഴ്സ് ഉണ്ടാവണം. അല്ല, സമരം നിർത്തിവെക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. ഇന്നലെ നിയമസഭക്കകത്ത് സബ്മിഷൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർലമെൻ്ററി മിനിസ്റ്റർ മറുപടി പറഞ്ഞു. വളരെ ക്ലിയറാണ് അതിനകത്ത്. അദ്ദേഹത്തിൻ്റെ മറുപടി ഏതാണ്ട് 14 മിനിറ്റ് ഉണ്ടായിരുന്നു. വളരെ ക്ലിയറായി ഒരു 1, 2, 3 എന്ന രീതിയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സ്റ്റാൻഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. അല്ല, സമരം തീരണം എന്നാണ് എൻ്റെ ആവശ്യം. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യായമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് സാർ. അല്ല, അത് എല്ലാം വിവാദമാക്കുന്നതല്ലേ നിങ്ങളുടെ പണി.